ചായക്ക് ഒരു കടി, അതാണിത്. അപ്പൊ ഇത് എന്താണല്ലേ, ഉരുളക്കിഴങ്ങും ചിക്കനും കൂടി ഒരു റോള്, ചീസും ഉണ്ട്. അപ്പൊ ഫുൾ വീഡിയോ ഇപ്പൊ കാണിച്ചു തരാം. അപ്പൊ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിയേക്കണേ. നമ്മുടെ ഉയി റോൾ അങ്ങോട്ട് റെഡി ആയാലോ നമുക്ക്. ഇവൻ അങ്ങോട്ട് കിടില്ലല്ലേ, നല്ല ക്രിസ്പാണല്ലോ. അതിന് വേണ്ടിയിട്ട് ചിക്കൻ മീൻസ് എടുക്കുക. ചിക്കൻ മീൻസിൻ്റെ ഉള്ളിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അതും ഇടാം. അത് കഴിഞ്ഞാൽ കുറച്ച് നാരങ്ങയുടെ നീര് അങ്ങോട്ട് പിഴിഞ്ഞാണ്ട് കൊടുത്തേക്കണം. അത് പിഴിഞ്ഞ് കൊടുത്തിട്ട് നമ്മുടെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി അതും കൊടുക്കാം. നല്ല കുരുമുളകിൻ്റെ പൊടി അതും അങ്ങോട്ട് ഇട്ടേക്കണം കേട്ടോ. അത് കഴിഞ്ഞാൽ കുറച്ച് ഉപ്പ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മല്ലിയില നന്നായിട്ട് ചോപ്പ് ചെയ്തത് അതും, ചുവപ്പ് സവോള അതും കുനുകുനാന്ന് ചോപ്പ് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞാൽ ഇച്ചിരി പച്ചമുളകും അതും നല്ല കുനുകുനാന്ന് ചോപ്പ് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞാൽ കൈ വെച്ചിട്ടുണ്ട്, നമ്മുടെ കൈ അതന്നെ നല്ലത്. നന്നായിട്ട് ഇത് അങ്ങോട്ട് മിക്സ് ചെയ്തേക്കണം. മിക്സ് ചെയ്ത് ഇങ്ങനെ ഇരിക്കും. ഒരു പാൻ അങ്ങോട്ട് വെച്ചേക്കാം. വളരെ മീഡിയം സ്ലോ ചൂടിലാണ് ഇട്ടേക്കണം. അതിൻ്റെ ഉള്ളിലേക്ക് ഇച്ചിരി എണ്ണ അങ്ങോട്ട് ഒഴിക്കുക. പാൻ ചൂടായി ആവുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ അങ്ങോട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തേക്കണം. ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ട് അതിലേക്ക് ഇതിങ്ങനെ അങ്ങോട്ട് തൂളി കൊടുക്കുക. രണ്ടെണ്ണം നല്ല റൗണ്ട് നമ്മുടെ ബർഗറിൻ്റെ സൈസിൽ അങ്ങോട്ട് ഇട്ടേക്കണം. അതിൻ്റെ മുകളിലേക്ക് ഇച്ചിരി ബട്ടറിൻ്റെ ക്യൂബ്, ക്രിസ്പാവാനായിട്ടാണ് കേട്ടോ. ഒരു ടേസ്റ്റും കിട്ടും, നല്ല കളറും കിട്ടും മുരിഞ്ഞ് കഴിയുമ്പോൾ. അതാണ് അവനെ സ്ലോലി കൊണ്ട് മുരിക്കുക. പിന്നെ ഇച്ചിരി കുരുമുളക് അതിൻ്റെ മുകളിലേക്ക് ഇടുക. അത് കഴിഞ്ഞ് നമ്മുടെ സ്പാച്ചുള വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കാം. അത് കഴിഞ്ഞാൽ നോക്കി ക്രിസ്പായി തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ മറ. അത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ്റെ മീൻസ് കുക്കായിട്ടില്ലല്ലോ, അതും അതിൻ്റെ മുകളിലേക്ക് ഇട്ട് അത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാം. എല്ലായിടത്തേക്കും ആവണം കേട്ടോ. അപ്പോഴാണ് ആ ടേസ്റ്റ് എല്ലാ കടിയിലും അത് കിട്ടുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി ബട്ടർ, കാരണം അപ്പുറത്തെ സൈഡിലും അതിനൊന്ന് ക്രിസ്പാക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇച്ചിരി കുരുമുളക് അതിൻ്റെ മുകളിലേക്ക് ഇട്ടേക്കണം. കുരുമുളക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് ഇച്ചിരി ഉപ്പും അങ്ങോട്ട് വെതറി കൊടുത്തേക്കണം. ആ ടേസ്റ്റ് നന്നാവാനാണ്. ആവശ്യത്തിന് മതി, കൂടുതലാവണ്ട. അത് കഴിഞ്ഞാൽ വീണ്ടും മറിച്ചിട്ടേക്കാം. അതെന്തിനാ, ആ ചിക്കനൊന്ന് കുക്കാണ്. അതിന് നേരം വിടരുത് കേട്ടോ. വെറും 30 സെക്കൻഡ് കുക്കായെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ വീണ്ടും തിരിച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ മെയിൻ സാധനം ഗുയേ മൊസറല്ല ചീസ് അങ്ങോട്ട് വെച്ചേക്കണം. അത് കഴിഞ്ഞ് അങ്ങോട്ട് റോൾ ചെയ്യുക. അത് കഴിഞ്ഞ് സ്ലോയിലിട്ട് അതിനെല്ലാ സൈഡും നല്ല ക്രിസ്പായിട്ട് കൊണ്ടുവരണം. ഈ കളറിൽ പോലെ, അതായത് നല്ല ക്രിസ്പായിരിക്കണം കേട്ടോ. അപ്പോഴാണ് ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ സ്ലോയിൽ കുക്ക് ചെയ്തിടണം. അപ്പോൾ നമ്മുടെ ഗുയി ചിക്കൻ റോള് റെഡി ആയിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് വന്നിരിക്കും. ഞാനിതിനെ എന്തൊന്ന് വിളിക്കണമെന്ന് അറിയോ? ഗുയി ചിക്കൻ പൊട്ടറ്റോ റോൾ. നിങ്ങൾക്ക് വല്ല പേര് സജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് ഉണ്ടാക്കണേ. എങ്ങനെ ഉണ്ടാവും? അടിപൊളിയാവില്ലേ? അപ്പൊ ആ റോൾ അങ്ങോട്ട് കഴിച്ചു നോക്കല്ലേ. ഉരുളക്കിഴങ്ങും ചിക്കനും ചീസും ചായയും ഇപ്പൊ നോക്കാം. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് നല്ല ക്രിസ്പാണ്. പിന്നെ ചിക്കനിലെ ഫ്ലേവറൊക്കെയും പിന്നെ ചീസ് അതിനെ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എങ്ങനെ തിന്നണ്ടേ? ആസ്വദിച്ച് തിന്നുമ്പോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. പിന്നെ കമന്റ് ചെയ്തേക്കണേ. ഓക്കെ, പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. ബൈ.